ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് കനത്ത തിരിച്ചടി. VC നിയമനങ്ങൾ സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഗവർണർ നൽകിയ അപ്പീൽ കോടതി തള്ളി. താൽക്കാലിക VCമാരുടെ നിയമനം 6 മാസത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി. താൽക്കാലിക VC നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഇത് ചോദ്യം ചെയ്താണ് ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. നേരിട്ടത് വലിയ തിരിച്ചടി. ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ പ്രസാദിനും സ്ഥാനമൊഴിയേണ്ടി വരും. ചാൻസലർക്ക് സർവകലാശാലകളിൽ അധികാരമുണ്ട്. എന്നാൽ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനാകില്ല. VCമാരെ നിയമിക്കുമ്പോൾ ഒറ്റ പേരിലേക്ക് ചുരുങ്ങാതെ 3 പേരെങ്കിലും പരിഗണിക്കുന്നതാണ് നിയമപരമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സ്ഥിരം VC നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്ഥിരം VC നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധി സർക്കാരിന് വിജയമാണ്. താൽക്കാലിക VCയുടെ കാലാവധി 6 മാസമായി പരിമിതപ്പെടുത്തുകയും സ്ഥിരം VC നിയമനം വേണമെന്ന് നിർദ്ദേശം നൽകുക കൂടി ചെയ്തപ്പോൾ സർക്കാരിന്റെ വിജയം പൂർണ്ണമായി. അപ്പീൽ തള്ളിയതോടെ ഗവർണറുടെ അടുത്ത നീക്കം എന്താണ് എന്നതിലാണ് ആകാംക്ഷ. ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് രാഷ്ട്രീയവും ഭരണപരവുമായ മാനങ്ങളുണ്ട്. വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക VC നിയമനങ്ങൾ അസാധുവായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ കെ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസും VCമാർ അല്ലാതായി കഴിഞ്ഞു. ഇത് സർക്കാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നടപടിയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് തന്നെ താൽക്കാലിക VCമാരെ നിയമിക്കണമെന്ന കോടതി ഉത്തരവ് പുതിയ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരിനെ സഹായിക്കും. VCമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ കോടതിയും ശരിവെച്ചത് രാഷ്ട്രീയ വിജയമാണ്. തുടർ പോരാട്ടത്തിൽ ഈ വിധി ഉയർത്തിക്കാട്ടാനാകും. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതി വിധിയോടുള്ള പ്രതികരണത്തിൽ സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ വിമർശിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ കുളമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഗവർണറും സർക്കാരുമാണ്. ഇവർക്കാർക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യമില്ല. ഡിവിഷൻ ബെഞ്ച് വിധിയോട് രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24, തിരുവനന്തപുരം. അതേസമയം കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ തള്ളിയ VC രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ SFIയും UDF സെനറ്റ് അംഗങ്ങളും സർവകലാശാലയ്ക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധിച്ചു. ഫയലുകൾ പോലും ഒപ്പിടാതെ സർവകലാശാലയെ VC നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് തൃശൂരിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി മോഹനൻ കുന്നുമ്മലിന്റെ കൂടിക്കാഴ്ച. സർവകലാശാലയിലെ അസാധാരണ പ്രതിസന്ധി VC ഗവർണറെ ധരിപ്പിച്ചു. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന മറുപടി ലഭിച്ചെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാണെന്ന് ആവർത്തിച്ച വൈസ് ചാൻസലർ അതിനു മുകളിലാണ് തന്റെ അധികാരമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടികളുടെ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്ന വാർത്തയും VC നിഷേധിച്ചു. 500ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളതെന്നാണ് വിശദീകരണം. ഫയലുകൾ തനിക്ക് ലഭിക്കാതെ തടഞ്ഞുവെക്കുകയാണെന്നും മോഹനൻ കുന്നുമ്മേൽ ആരോപിച്ചു. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്തത് ഭീഷണി മൂലമാണെന്നും മോഹനൻ കുന്നുമ്മേൽ വിശദീകരിച്ചു. വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് DYFIക്കാരെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി 100 പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക. എന്നിട്ട് എന്താണ് VC അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. VCക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല. VCക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മറുപടി.
സിൻഡിക്കേറ്റിന് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് വൈസ് ചാൻസലർ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് അറിയില്ല, അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഭരണസമ്മേളനത്തിനെതിരെ UDF സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. VC-ക്കെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് മോഹനൻ കുന്നുമലിനോട് RSSകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആരോപണം സർവകലാശാല തള്ളി. ഡെപ്യൂട്ടേഷനല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള നേരിട്ടുള്ള നിയമനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖയും പുറത്തുവിട്ടു. 24 തിരുവനന്തപുരം. സ്കീം ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. പ്രോസ്പെക്ടസിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയ സംസ്ഥാനം കൊണ്ടുവന്ന ഫോർമുല നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതി കീം പരീക്ഷാ ഫലം റദ്ദാക്കിയത്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രതീഷ്, തീ അണയ്ക്കാൻ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു കോടതി പ്രവർത്തിക്കുന്ന പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടമാണല്ലോ, എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ശക്തമായ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. തുടർന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പക്ഷേ ഒരു അപകടകരമായ സാഹചര്യം നിലവിലില്ല എന്നതാണ് പ്രധാനമായും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പോക്സോ കോടതിയുടെ കെട്ടിടം ഉൾപ്പെടുന്ന ഒരു ബഹുനില കെട്ടിടമാണ് കാട്ടാക്കടയിലുള്ളത്. ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ പ്രാഥമിക കാരണമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ഈ തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. ഈ കെട്ടിടത്തിൽ നിലവിൽ ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നതാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ കെട്ടിടത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ്. വിജയകുമാർ, പ്രതീക്ഷ, ഒരു കാര്യം കൂടി, ഈ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടമായതുകൊണ്ട് ആ കോടതിയിലേക്ക് തീ പടർന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം അവിടെ ധാരാളം രേഖകൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണല്ലോ. ആ കോടതി മുറി സുരക്ഷിതമാണെന്ന് കരുതാം അല്ലേ? വിജയകുമാർ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരപ്രകാരം ഈ കോടതിയിലെ തൊണ്ടിമുതലുകളും ഫയലുകളും സൂക്ഷിക്കുന്ന ആ ഒരു കെട്ടിടത്തിൽ കൂടിയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ കുറച്ച് സമയമെടുക്കും. ഈ ഫയർഫോഴ്സിന് പെട്ടെന്ന് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കണ്ണാടി ചില്ലുകൾ തകർത്താണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഫയർഫോഴ്സ് പ്രവേശിച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വലിയ അപകട സാഹചര്യം നിലവിൽ ഇല്ല എന്നും വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നതാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം ഈ കെട്ടിടത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായി എന്നതാണ് നാട്ടുകാരും പറയുന്നത്. വിജയകുമാർ, കാട്ടാക്കടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പോക്സോ കോടതി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് തീ പടർന്നിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ പ്രവർത്തനം അവിടെ തുടരുകയാണ്. MG പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പാദപൂജ വിവാദങ്ങൾക്കിടെ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ പൊതു മാനദണ്ഡം തയ്യാറാക്കാനാണ് ആലോചന. ആലപ്പുഴയിൽ പാദപൂജ നടന്ന സ്കൂളുകളിലേക്ക് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഏതെങ്കിലും മതസ്ഥർക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചടങ്ങുകൾ സ്കൂളുകളിൽ നടപ്പാക്കരുത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്കൂളുകളിലെ ചടങ്ങുകളും പരിപാടികളും. പ്രാർത്ഥനാ ഗാനങ്ങളടക്കം പരിശോധിച്ച വിശദമായ പഠനത്തിന് ശേഷം പൊതുമാനദണ്ഡം കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം. പാദപൂജയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി VN വാസവൻ. യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടാണ്. ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാല് കഴുകിച്ചല്ല. സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യത്തിൻ്റെ
മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നുകൂടാ. അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. അധ്യാപകരെ ആദരിക്കേണ്ടത് ഈ രൂപത്തിലല്ലെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. പാദപൂജ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് മാവേലിക്കര വിദ്യാധിരാജ സ്കൂൾ അധികൃതരുടെ പ്രതികരണം. പാദപൂജ നടത്തിയ ആലപ്പുഴ നൂർനാട് വിവേകാനന്ദ സ്കൂളിലേക്കും മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലേക്കും DYFIയും AYFും പ്രതിഷേധ മാർച്ച് നടത്തി. പാദപൂജയിൽ പങ്കെടുത്ത പഞ്ചായത്ത് അംഗം കൂടിയായ BJP നേതാവ് അഡ്വക്കേറ്റ് KK അനൂപിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാളെ KSU ജില്ലാ കമ്മിറ്റിയും സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 ആലപ്പുഴ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ഈ താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് സർവകലാശാലകളെ ഇനിയും കലുഷിതമാക്കരുത് എന്നാണ് വാർത്താക്കുറിപ്പിൽ CPM അറിയിച്ചിരിക്കുന്നത്. ആവശ്യപ്പെടുന്നത് അതാണ്. ഈ സർവകലാശാലകളിൽ ഗവർണറും ചില VCമാരും നടത്തുന്ന ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളുമാണെന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക VC നിയമിച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധ നടപടിയാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24 വാർത്തയെ തുടർന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് N. സുനന്ദ ശ്രീചിത്ര ഹോമിലെത്തി തെളിവെടുപ്പ് നടത്തി. ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം വ്യക്തമാക്കി. 24 ഇംപാക്ട്. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ഇന്നലെ രാത്രിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുളികകൾ അധികമായി കഴിച്ചാണ് ആത്മഹത്യാ ശ്രമം. 16ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 12കാരി SAT ആശുപത്രിയിലും ചികിത്സയിലാണ്. മൂവരുടെയും ആരോഗ്യനില തൃപ്തികരം. മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുട്ടികളുടെ പരാതി. കുട്ടികൾ ഗുളികകൾ വിഴുങ്ങിയെന്ന് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് V. ബിന്ദു സ്ഥിരീകരിച്ചു. എന്നാൽ ഹോമിൽ പീഡനമില്ലെന്ന് വിശദീകരണം. 2 വൈറ്റമിൻ ടാബ്ലറ്റും 1 പാരസെറ്റമോളും കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. മുതിർന്ന കുട്ടികൾ അങ്ങനെ പീഡനമൊന്നുമില്ല. അങ്ങനെ പീഡനമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നടപടികൾ സ്വീകരിക്കും. കൗൺസിലിങ്ങും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് N. സുനന്ദ ശ്രീചിത്ര ഹോമിലെത്തി തെളിവെടുപ്പ് നടത്തി. സൂപ്രണ്ടുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ബാലാവകാശ കമ്മീഷൻ സുമോട്ടോ ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായിട്ടും പരിശോധിക്കും. ഹോമിൽ റാഗിങ്ങിന് വിധേയരാകുന്നുവെന്ന് കുട്ടികൾ സമീപവാസികളോട് പറഞ്ഞിട്ടുണ്ടെന്നും സൂപ്രണ്ടിനെതിരെ കേസെടുക്കണമെന്നും BJP. ഞങ്ങൾ നിരന്തരമായി റാഗിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടത്തെ കുട്ടികൾ അന്തേവാസികൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സൂപ്രണ്ടിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് BJP ആവശ്യം. 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിനു പിന്നിൽ റാഗിംഗ് ആയാലും വീട്ടിൽ പോകണമെന്ന ആവശ്യമാണെങ്കിലും സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഹോമിലെ കുട്ടികളുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തം എന്നതാണ് ചോദ്യം. ഒളിച്ചുകളി അവസാനിപ്പിച്ച് അധികാരികൾ മറുപടി പറയണം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാത്രിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവും എന്തിയാണ് ഈ പ്രതിഷേധം. പോലീസുമായി അത് BJP പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഉന്തും തള്ളും അവിടെ നടക്കുന്നുണ്ട്. ഈ കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾ അതിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നൈറ്റ് മാർച്ച്. ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ BJP വിഷയം ഉയർത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. രാവിലെ മുതൽ തന്നെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ അവിടെ രാത്രിയിൽ ഒരു നൈറ്റ് മാർച്ച് നടത്തിയിരിക്കുന്നത് BJP. മേയർ ആര്യ രാജേന്ദ്രൻ്റെ കോലവും ഒക്കെ കൊണ്ടുവന്നാണ് ആ മാർച്ച് നടക്കുന്നത്. പോലീസ് മാർച്ച് തടഞ്ഞു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഇന്ന് രാവിലെ മുതൽ ഈ നിയമന വിഷയത്തിൽ അനധികൃത നിയമനമെന്ന് ആരോപിച്ച് BJPയുടെ പ്രതിഷേധമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് നടന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലെ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് വീണ്ടും
BJP പ്രതിഷേധവുമായി എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാന കവാടമാണ്. ഈ കവാടത്തിലേക്കാണ് BJP നൈറ്റ് മാർച്ച് നടത്തിയത്. പ്രധാനമായും ഈ കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെയാണ് BJP പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് കൗൺസിൽ യോഗത്തിൽ വലിയ ഏറ്റുമുട്ടലും കയ്യാങ്കളിയും ഈ വിഷയത്തിൽ തന്നെ നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധ മാർച്ചുമായി BJP പ്രവർത്തകർ എത്തിയത്. ഈ പ്രധാന കവാടത്തിൽ വച്ച് BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ആ തടയുന്ന ഘട്ടത്തിൽ ചെറിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഘർഷ സാഹചര്യം ഒഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ പ്രധാനമായും BJP ആരോപിക്കുന്നത് ഈ CPM-ന്റെ ഇഷ്ടക്കാരെ കോർപ്പറേഷനിൽ നിയമനം നൽകുന്നു, അവരെ തിരികെ കയറ്റുന്നു എന്നതാണ് പ്രധാനമായും BJP ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം ഒരു കൗൺസിലർക്ക് ശുചീകരണ തൊഴിലാളിയായി നിയമനം നൽകിയിരുന്നു. ഈ നിയമനം വഴിവിട്ടുള്ള നിയമനമാണ് എന്ന് BJP പ്രധാനമായും ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം. മേയർ രാജിവെക്കണം എന്നതാണ് ഈ BJP പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം അതിന്റെ ഭാഗമായാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായാണ് പ്രവർത്തകർ കോർപ്പറേഷന് മുന്നിലെത്തിയത്. ആ കോലം ഉയർത്തിക്കൊണ്ടാണ് മേയർക്കെതിരെ വലിയ മുദ്രാവാക്യവും പ്രതിഷേധവും BJP പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മേയർക്കെതിരെയാണ് വലിയ തരത്തിൽ മുദ്രാവാക്യം ഉന്നയിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി നിയമനത്തിൽ വലിയ അഴിമതി നടന്നു എന്നതാണ് പ്രധാനമായും BJP പറയുന്ന കാര്യം. ഇഷ്ടക്കാരെ ഭരണപക്ഷം ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ തിരികെ കയറ്റിയെന്ന് പറയുന്നു. ഇന്ന് കൗൺസിൽ യോഗം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം BJP നഗരസഭയിൽ നടത്തിയിരുന്നു. വലിയ ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടായിരുന്നു കൗൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം നടത്തിയത്. ഈ ഘട്ടത്തിൽ ഈ ബാനർ വലിച്ചു കീറുന്ന ഒരു നടപടിയിലേക്ക് ഭരണപക്ഷം പോയി. അങ്ങനെ ഏറെ നേരം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കയ്യാങ്കളിയും ഒരു വാക്കേറ്റവും ഉണ്ടായിരുന്നു. വലിയ തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് കൗൺസിൽ യോഗം സമാധാനപരമാക്കുകയും പെട്ടെന്ന് തന്നെ കൗൺസിൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് വലിയ തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളും ഏറ്റുമുട്ടലുകളും ആരോപണങ്ങളും ഭരണ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി BJP പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ആ നൈറ്റ് മാർച്ചിലാണ് ഇപ്പോൾ ചെറിയ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധത്തിന് അയവുണ്ട്. ഈ BJP പ്രവർത്തകർ ശരി പ്രതീക്ഷ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് BJP നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ചെറിയ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. മേയറുടെ കോലം ഒക്കെ കൊണ്ടാണ് BJPയുടെ പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ എത്തിയത്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. BJPയുടെ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള നൈറ്റ് മാർച്ചിൽ ഇപ്പോൾ മേയറുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. അനധികൃത നിയമനം നടത്തുന്നു എന്നാരോപിച്ചാണ് BJP മേയർക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നൈറ്റ് മാർച്ചാണ് അത്. മേയറുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, നേരത്തെ തുടക്കത്തിൽ ഒരു ഉന്തും തള്ളും, ഒരു നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. കോലം കത്തിച്ച് പ്രതിഷേധിച്ച് പ്രവർത്തകർ പിരിയുമോ? വിജയകുമാർ, നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ വലിയ ഒരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിക്കുമെതിരെയാണ് ഈ പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കോർപ്പറേഷന്റെ പ്രധാന കവാടമാണ്. ആ കവാടത്തിന് മുന്നിലാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കോലം BJP പ്രവർത്തകർ കത്തിച്ചത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നു എന്നതാണ്. ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ ഇഷ്ടക്കാരെ ഭരണപക്ഷം തിരികെ കയറ്റിയെന്ന് BJP ആരോപിക്കുന്നു. ഇതിനു പുറമെ ഈ കോർപ്പറേഷനിലെ തന്നെ ഒരു ഭരണപക്ഷ കൗൺസിലറെ ശുചീകരണ തൊഴിലാളിയായി നിയമിച്ചു. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു ആ പ്രതിഷേധം. പക്ഷേ ആ പ്രതിഷേധം കോർപ്പറേഷന് പുറത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു. പുറത്തേക്കും പ്രതിഷേധം തുടരാനാണ് BJP പ്രവർത്തകരുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് കോർപ്പറേഷന് പുറത്ത് ഒരു നൈറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് മേയർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം BJP സംഘടിപ്പിച്ചതും തിരുവനന്തപുരത്ത് BJPയുടെ നൈറ്റ് മാർച്ചാണ്. അവിടെ മേയറുടെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അനധികൃത നിയമനം നടക്കുന്നു എന്നാരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി.
വൈകിട്ട് 4:45ഓടെയാണ് 4-അംഗ സംഘത്തെയും കൊണ്ട് ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യപ്പെട്ടത്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയൻ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. 18 ദിവസം അഥവാ 433 മണിക്കൂർ, ഭൂമിക്ക് ചുറ്റും 288 തവണ പ്രദക്ഷിണം. ഇവ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങിയത്. ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി വൈകിട്ട് 4:45 ശുഭാംശു ശുക്ലയും സംഘവും മടക്കയാത്ര തുടങ്ങിയത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 10 മിനിറ്റ് വൈകിയാണ് പേടകം അൺഡോക്ക് ചെയ്തത്. അൺഡോക്കിങ്ങിന് 2.5 മണിക്കൂർ മുൻപ് തന്നെ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സണും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ സ്ലവോഷ് ഉസ്നാസ്കിയും ടിബോർ കാപ്പും മിഷൻ പൈലറ്റ് ശുഭാംശുവും പേടകത്തിൽ പ്രവേശിക്കുകയും പിന്നാലെ ഹാച്ച് അടക്കുകയും ചെയ്തു. 22 മണിക്കൂർ ദൈർഘ്യമുള്ള നീണ്ട യാത്രയിലാണ് നിലവിൽ ആക്സിയം 4 ദൗത്യസംഘം. ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സംഘം മടങ്ങിയത്. 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളാണ് 4 പേർ ചേർന്ന് പൂർത്തീകരിച്ചത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കും ആക്സിയം 4 ദൗത്യം പുതിയ ദിശാസൂചികയാണ് സമ്മാനിച്ചത്. 4 ദശാബ്ദത്തിന് ശേഷമാണ് 3 രാജ്യങ്ങളും ബഹിരാകാശത്തേക്ക് ആളെ അയച്ചത്. അതോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ രാജ്യങ്ങൾ സാന്നിധ്യമറിയിച്ചത് ആദ്യമായാണ്. പല മേഖലകൾക്കും ഫലപ്രദമാകുന്ന ശാസ്ത്ര വിവരങ്ങളുമായാണ് സംഘം തിരിച്ചെത്തുന്നത്. വിവിധ രാജ്യങ്ങളും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും സഹകരിച്ച് നടത്തിയ ദൗത്യമെന്ന പ്രത്യേകതയും ആക്സിയം 4-നുണ്ട്. രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം താണ്ടാൻ കഴിയും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഈ ദൗത്യം. സയൻസ് ഡെസ്ക് 24. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം സാങ്കേതിക തകരാറല്ലെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ. ദുരന്തത്തിൽ ബോയിംഗ് കമ്പനിക്ക് അനുകൂല നിലപാടുമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും രംഗത്തെത്തി. കുറ്റം പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ശരിയല്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പൈലറ്റുമാരുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം ബോയിംഗ് വിമാനങ്ങളിൽ അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇന്ധന സ്വിച്ചുകളുടെ പരിശോധന നടത്തണമെന്ന് DGCA വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായതുകൊണ്ടാണെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ. ഇതേ വാദമാണ് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനുമുള്ളത്. ബോയിംഗ് വിമാനങ്ങളിലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ സുരക്ഷിതമെന്ന് വിമാനയാത്രാ കമ്പനികളെ അറിയിച്ചു. എന്നാൽ 2018 ഇതേ ഏജൻസി തന്നെ ഇന്ധന സ്വിച്ചുകളുടെ സാങ്കേതിക തകരാറിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറല്ല, പൈലറ്റുമാരുടെ വീഴ്ചയാണ് എന്ന വാദം പക്ഷേ പൈലറ്റുമാരുടെ സംഘടന അംഗീകരിക്കുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഡൽഹിയിൽ DGCA ഉദ്യോഗസ്ഥരുമായി പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. അതേസമയം എല്ലാ വിമാന കമ്പനികളും വിമാനങ്ങളുടെ ഇന്ധന സ്വിച്ച് അടുത്ത തിങ്കളാഴ്ച പരിശോധിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കണമെന്ന് DGCA ഉത്തരവിട്ടു. എത്തിഹാദ് എയർലൈൻസും പൈലറ്റുമാർക്ക് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. 24 മുംബൈ, ഡൽഹി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വധശിക്ഷ നീട്ടിവെക്കാൻ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി സുപ്രീംകോടതിയെ അറിയിച്ചു. ഒരു ഷെയ്ക്ക് വഴിയും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിച്ചു. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ ഉറപ്പു നൽകി. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനിലെ കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട്. ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് തീർപ്പാക്കുകയില്ല അല്ലെങ്കിൽ തള്ളിയില്ല. ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. 16-ാം തീയതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. സ്വാഭാവികമായും അത്തരത്തിൽ 16-ാം തീയതി എന്നുള്ള തീയതി മാറ്റി കിട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം ലഭിക്കുകയും
നമുക്ക് ഈ പറയുന്ന വിക്ടിമിൻ്റെ കുടുംബവുമായി തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിഷയത്തിലെടുത്ത നടപടികൾ സംബന്ധിച്ച് കേന്ദ്രത്തോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് വരുന്ന വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറിയും കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിലെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂലമായ പ്രതികരണം യമൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കേന്ദ്ര സർക്കാരിനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും ഉള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. നിമിഷപ്രിയ കേസിൽ യമനിൽ അടിയന്തര യോഗം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തര ചർച്ചകൾ നടക്കുന്നത്. ദയാദനം സ്വീകരിച്ച് യമൻ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പണം നൽകാൻ സന്നദ്ധമാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖേനയാണ് നോർത്ത് യമൻ ഭരണകൂടവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടത്. നിമിഷപ്രിയയുടെ കുടുംബവുമായും അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ ഇളവ് ലഭിക്കും. ദയാധനം സ്വീകരിച്ച് മാപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് പണ്ഡിതൻ മുഖേന തേടുന്നത് എന്ന് മർക്കസ് അറിയിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ചില ബന്ധങ്ങൾ, അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് കുടുംബത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള വലിയ സഹായകരമാവുന്ന രീതിയിലേക്ക് ആ ഇടപെടൽ മാറിയിട്ടുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. നിമിഷപ്രിയയെ സഹായിക്കാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബവും റഹീം നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കി. ഇതുവരെ അങ്ങോട്ട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വപരമായി നമ്മളതിനോട് ഒരു പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളെപ്പോലെ നമ്മൾ റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം. സമീർ സി മുഹമ്മദ്, 24, കോഴിക്കോട്. ഷാർജയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസ്. ഭർത്താവിൻ്റെയും സഹോദരിയുടെയും ഭർത്തൃപിതാവിൻ്റെയും പേരിലാണ് കേസെടുത്തത്. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് തടഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റ് 24 ലഭിച്ചു. മരണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും DGPക്കും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ടറ പോലീസ് കേസെടുത്തത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. നിതീഷിന്റെ സഹോദരി നീതു 2-ാം പ്രതിയും നിതീഷിന്റെ പിതാവ് മോഹൻ 3-ാം പ്രതിയുമാണ്. കേസിന്റെ FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. ആത്മഹത്യ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഗാർഹിക പീഡനം കൂടി ചുമത്തണമെന്ന് വിഭജികയുടെ മാതാവ് ശൈലജ 24നോട് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് നീതി കിട്ടണം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോളാണ്. ഗാർഹിക പീഡനം എൻ്റെ മോൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഇവനെ നിയമത്തിൻ്റെ പുറത്ത് ഇവനെയും ഇവൻ്റെ പെങ്ങളെ അച്ഛനെയും നിയമത്തിൻ്റെ കൊണ്ടുവരണം. തക്കതായി ശിക്ഷ മേടിച്ചു കൊടുക്കണം. മരണത്തിന് പിന്നാലെ വിഭജികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമായത് സൈബർ സെൽ അന്വേഷിക്കും. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് സമ്മതിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റ് ഇതിനിടയിൽ പുറത്തു വന്നു. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 24 കൊല്ലം. പുകയില ഉൽപ്പന്നങ്ങൾക്ക് സമാനമായി എണ്ണ, മധുര പലഹാരങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതാണ് നിർദ്ദേശം. ലഘുഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരായ മുന്നറിയിപ്പ് എന്നതുപോലെ എണ്ണ, മധുര പലഹാരങ്ങളുടെ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ലഘുഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, എണ്ണ, ഫാറ്റ് എന്നിവയുടെ വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന തരത്തിൽ പോസ്റ്ററിൽ നൽകണം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ക്യാൻറ്റീനുകൾ, കഫ്റ്റീരിയകൾ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. എന്നാൽ ഇത് നിരോധനമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമിതവണ്ണം കുറച്ച് ആരോഗ്യമായ ജീവിതശൈലിയിലേക്ക് മാറാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. 2050 ആകുമ്പോഴേക്കും 44.9 കോടിയിലധികം ഇന്ത്യക്കാർ അമിതവണ്ണമുള്ളവരായി മാറുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി അമിതവണ്ണം തടയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തുടർന്ന് മൻ കി ബാത്തിലും ഇക്കാര്യം പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു.
നല്ല സ്വാദൂറുന്ന ജിലേബിയും ചൂടുള്ളതാ ഈ സമൂസയും ഒക്കെ കണ്ടാൽ എങ്ങനെയാണ് കഴിക്കാതിരിക്കുക? എന്നാൽ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നല്ല, കഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി, 24. നിപ്പയിൽ സംസ്ഥാനത്ത് 609 പേർ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യവകുപ്പ്. പാലക്കാട്ട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ ഒരാളുടെ ഫലം നെഗറ്റീവായി. മണ്ണാർക്കാട് നഗരസഭ, കാരാക്കുർശി, കുമരംപുത്തൂർ പഞ്ചായത്ത്, കരിമ്പുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേരുണ്ട്. ഇവരുടെ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കി. കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഫീവർ സർവൈലൻസും ശക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ ടീം സ്ഥലം സന്ദർശിച്ചു. വിവിധ ജില്ലകളിലായി നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 609 പേരാണുള്ളത്. അതിൽ 112 പേർ പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 207 പേരും, പാലക്കാട് 286 പേരും, കോഴിക്കോട് 114 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 8 പേർ ICUവിൽ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 72 സാമ്പിളുകൾ നെഗറ്റീവായി. പാലക്കാട് 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്താകെ 38 പേർ ഹൈയസ്റ്റ് റിസ്കിലും 132 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. 24 പാലക്കാട്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് PS ശ്രീധരൻപിള്ളയ്ക്ക് പകരം പുതിയ ഗവർണർ. TDP നേതാവ് അശോക് ഗജപതി രാജു ഗോവയുടെ പുതിയ ഗവർണറാകും. ഗവർണർ പദവിയിൽ താൻ പൂർണ്ണ സംതൃപ്തനെന്ന് PS ശ്രീധരൻപിള്ള 24നോട് പറഞ്ഞു. ശ്രീധരൻപിള്ളയുടെ കാലാവധി പൂർത്തിയായതോടെയാണ് കേന്ദ്രം പുതിയ ഗവർണറെ നിയമിച്ചത്. മുൻ സിവിൽ വ്യോമയാന മന്ത്രി പശുപതി അശോക് ഗജപതിയാണ് ഗോവയുടെ പുതിയ ഗവർണർ. 2014 മുതൽ 2018 വരെ വ്യോമയാന മന്ത്രിയായിരുന്നു. ഒരിക്കൽ പോലും സ്ഥാനമാനങ്ങൾ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് PS ശ്രീധരൻപിള്ള 24നോട്. ഞാനിതിൽ പൂർണ്ണ സംതൃപ്തനാണ്. എൻ്റെ 50 കൊല്ലത്തെ പൊതുജീവിതത്തിൽ ഒരു പ്രത്യയശാസ്ത്രന്റെ ഭാഗമായി നിന്ന ആളാണ്. ഒരിക്കൽ പോലും ഞാൻ ഏതെങ്കിലും പൊസിഷന് വേണ്ടി ശ്രമിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരോടും. സ്ഥാനമൊഴിയുന്ന PS ശ്രീധരൻപിള്ളയ്ക്ക് സംഘടനാ തലത്തിൽ ഉയർന്ന പദവി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. ഡൽഹിയിൽ വെച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി PS ശ്രീധരൻപിള്ള കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗോവയ്ക്ക് പുറമെ ഹരിയാനയിലും ലഡാക്കിലും പുതിയ ഗവർണറെയും ലഫ്റ്റനന്റ് ഗവർണറെയും നിയമിച്ചു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ BD മിശ്രയുടെ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിതയുടെയും MGRന്റെയും മകളെന്ന് അവകാശപ്പെട്ട് മലയാളി യുവതി രംഗത്ത്. തൃശൂർ സ്വദേശി സുനിത KM ആണ് ഈ അവകാശവാദവുമായി രംഗത്ത് വന്നത്. ജയലളിതയെ കൊലപ്പെടുത്തിയതാണെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സുനിത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി. തൃശൂർ ജില്ലയിലെ കാട്ടൂർ സ്വദേശി സുനിത KM ആണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിതയുടെയും MGRന്റെയും മകളാണെന്ന അവകാശവാദം ഉന്നയിച്ച് സുപ്രീം കോടതിയിലെത്തിയത്. ജയലളിതയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് സുനിത പരാതി നൽകി. ജയലളിതയുടെ മരണത്തിന് താൻ സാക്ഷിയാണെന്നും ശശികലയും മന്നാർക്കുടി മാഫിയയും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് ആരോപണം. ഞാൻ അമ്മ വിളിച്ച പ്രകാരം ഞാൻ പോയസ് ഗാർഡനിലെത്തി. അവിടെ എത്തി ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ വന്നപ്പോൾ അമ്മ സേർഗേഷിൻ്റെ താഴെ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ കാലുകൊണ്ട് അമ്മയുടെ മുഖത്തിങ്ങനെ ശശികലാൻ്റെ ചവിട്ടുന്നു. അപ്പോൾ അമ്മ മരിച്ച മാതിരിയാണ്. ഞാൻ ഓളിയിടാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വായ പൊത്തി സീപ്പർ പുറത്തേക്ക് പോയി. ഭയം കൊണ്ടാണ് ഇതുവരെയും ഒന്നും പുറത്തു പറയാതിരുന്നത്. 2 മാസം പ്രായമുള്ളപ്പോൾ തന്നെ MGR ജീവനക്കാരനായിരുന്ന മാധവനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും 18 വയസ്സായതോടെ ജയലളിത തന്നെ DNA പരിശോധനയ്ക്ക് വിധേയയാക്കുകയും മകളെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതായും സുനിത. എൻ്റെ അമ്മേനെ 18 വയസ്സിൽ തിരിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരാറുണ്ട്. എനിക്ക് 2024 ഓഗസ്റ്റ് വരെ എനിക്ക് പൈസ അമ്മ മരിച്ചിട്ടും എനിക്ക് പേയ്മെന്റ് കിട്ടിയിരുന്നു. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുനിത പരാതി നൽകിയിട്ടുണ്ട്. ജയലളിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും സുനിത. എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെ നീതി മേടിച്ചു കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്ക്. അതാണ് എൻ്റെ മകളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന
ഏറ്റവും വലിയ കാര്യം. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കണം, നീതി ഉറപ്പാക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജയലളിതയുടെയും MGRന്റെയും മകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മലയാളിയായ സുനിത. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. നിമിഷപ്രിയ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. ചർച്ച നാളെയും തുടരും. ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നതും മരവിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ചർച്ചയിൽ അനുകൂല നിലപാടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. യമനിലെ സുപ്രീം കോടതി ജഡ്ജിയും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ആശാവഹമായ പുരോഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം ഈ ചർച്ചകളിൽ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ചർച്ചയിൽ ഇവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിൽ ഒരു വിഭാഗം കുടുംബാംഗങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അതായത് വധശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഏതാനും പേർ അതിനെ എതിർക്കുന്നു. തലാൽ കൊല്ലപ്പെട്ടതല്ലേ, അതുകൊണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ചർച്ച വിജയകരമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ പ്രസിദ്ധ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗവുമാണ്. ആ ഒരു അടിയന്തര യോഗം അല്പസമയം മുമ്പ് ഇന്നത്തെ ഈ യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ഇതോടൊപ്പം തന്നെ ഇനി 48 മണിക്കൂർ മാത്രമാണ് യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് വധശിക്ഷ നടപ്പാക്കാനുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ അതിന്റെ സമയം ദീർഘിപ്പിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി അംഗീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത്. ഏതായാലും ഈ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ച നാളെയും തുടരും. ഇതിൽ ഈ യമൻ സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിൽ ഇളവ് തേടിക്കൊണ്ടുള്ള അതിലൊരു അപ്പീൽ നിമിഷപ്രിയ നൽകിയിരുന്നു. അത് സുപ്രീം കോടതി തള്ളിയ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി കൂടി ഇതിനകത്ത് ഭാഗമാകുന്നു. മാത്രമല്ല കുടുംബം ഇത്തരത്തിൽ ഒരു ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് നൽകാൻ തയ്യാറായാൽ അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ എളുപ്പമാകും. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നാളെയും ചർച്ച ഉണ്ടാകും. യമനിലെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ ഗോത്ര നേതാക്കളെയും ഒക്കെ അനുനയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ യമനിൽ നിന്നുള്ള പ്രതിനിധി സംഘം അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ട്. 3 ഘട്ടങ്ങളായി ചർച്ചകൾ നടന്നു. അതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് അതിലൊരു വിഭാഗത്തിന് അനുകൂല നിലപാടുണ്ട്. അതിനെ എതിർക്കുന്നവരെ കൂടി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ചർച്ച നാളെയും തുടരും. അവിടുത്തെ ന്യായാധിപന്മാരുൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ കാന്തപുരത്തിനെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചർച്ച നാളെയും തുടരും. ആശാവഹമാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ എന്നതാണ് ഈ ഘട്ടത്തിലും അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.